ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അന്തരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയാണ്. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. വിപിൻ അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ എന്ന് കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ രോഗാവസ്ഥയെ പറ്റിയും നമ്മൾ എന്താണ് വ്യവഹാര നാളുകളിലോ കേസ് സജീവമായ നാളുകളിലോ അങ്ങനെ കേട്ടിരുന്നില്ല വിപിൻ. അതെ ആഷ്മി, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ജീവനക്കാരനായിട്ടുള്ള മുരാരി ബാബുവാണ് ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിയോടുകൂടി മരിച്ചത്. അദ്ദേഹത്തിന് ഇന്നലെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. ഏകദേശം ഒരു 3 മാസത്തോളമായി അദ്ദേഹം അർബുദത്തിന് ചികിത്സയിൽ തുടരുകയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ആ രോഗം മൂർച്ഛിക്കുകയും അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ആദ്യത്തെ ഒരു പ്രധാന അറസ്റ്റും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മുരാരി ബാബുവിൻ്റെതായിരുന്നു. അദ്ദേഹത്തിനോട് പിന്നീട് SIT എല്ലാ ആഴ്ചയും ഒപ്പിടാനൊക്കെ ആയിട്ട് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ രോഗം മനസ്സിലാക്കിയതിനു ശേഷം അത് 1 മാസത്തേക്ക് നീട്ടി നൽകുക എല്ലാം ചെയ്തിരുന്നു. ഇപ്പോഴും അതിന്റെ അന്വേഷണവും വിചാരണയും എല്ലാം തന്നെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. കോട്ടയം പെരുന്ന സ്വദേശിയാണ്. അങ്ങോട്ടേക്ക് അമൃതയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് 3 മണിക്ക് പെരുന്ന വെച്ച് വീട്ടിൽ വെച്ച് തന്നെ സംസ്കാരം നടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.